ഇവര് പറഞ്ഞു കല്യാണം ഉറപ്പിക്കാൻ വരുമ്പോൾ ഇങ്ങനെ അടുത്ത് ഞാൻ പറഞ്ഞു അല്ല, ഞാൻ ഫോട്ടോത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. ഇങ്ങനെ അടുത്ത് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്നെ കല്യാണം കഴിക്കാൻ സമ്മതമാണോ ചോദിച്ചപ്പോൾ സമ്മതമാണ്, ഞാൻ അസുഖത്തിന്റെ കാര്യവും പറഞ്ഞതാണ്. അപ്പോൾ ആ ശരി സമ്മതമാണോ എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ വലിയാങ്ങളുടെ അടുത്ത് പറഞ്ഞു, അതായത് ബാബു സുരേഷ് കുമാർ എന്നാണ് വലിയാങ്ങളുടെ പേര്. അതിനടുത്ത് ഞാൻ പറഞ്ഞു, അപ്പം നിനക്ക് പോയി എന്ന് പറഞ്ഞാൽ നിനക്ക് ദൂരം കിട്ടില്ല, നിനക്ക് സമ്മതമാണെങ്കിൽ നീ ഒരുങ്ങിക്കോ അല്ലെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞു. അതേ സ്ഥാനത്ത് ഇവരുടെ വലിയച്ഛൻ്റെ മകനുണ്ട്, അവരും കൂടെ വഴക്കുണ്ടാക്കി. പണി സ്ഥലത്ത് പോയിട്ട് അവരും കൂടെ വഴക്കുണ്ടാക്കി. ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ എന്നെ കല്യാണം കഴിക്കുള്ളൂ പറഞ്ഞിട്ട് ഇവര് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് മനസ്സ് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അവര് പറയുകയും ചെയ്തു ഞാൻ കല്യാണം കഴിക്കണമെങ്കിൽ. ഇവരൊന്ന് പറഞ്ഞു, അവര് മരിക്കുകയും ചെയ്തു, തൂങ്ങി മരിക്കുകയും ചെയ്തു. ആ തൂങ്ങി മരിച്ചിട്ട് ഏട്ടൻ പറഞ്ഞു എന്റെ ഉണ്ണിക്ക് അവിടെ പോയി എന്ന് പറഞ്ഞു. എന്റെ ഉണ്ണിന്ന് എന്റെ ആങ്ങളമാര് വിളിക്കുള്ളൂ. അപ്പൊ എന്റെ ഉണ്ണിക്ക് അവിടെ പോയാൽ ദൂരം കിട്ടില്ല എന്ന് പറഞ്ഞു. ശരി ഏട്ടാ കുഴപ്പമില്ല, എന്തായാലും ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറയുകയും ചെയ്തു, ആങ്ങളുടെ അടുത്ത് പറയുകയും ചെയ്തു. പിന്നെ അവൻ എന്റെ പറഞ്ഞു ഏട്ടന്റെ അടുത്ത് അവര് നിന്നില്ല. അതായത് ഇവര് കല്യാണം കഴിക്കണത് അവന് ഇഷ്ടമല്ല. അതുകൊണ്ട് അവർ എന്റെ ഒരു കാര്യത്തിനും നിന്നില്ല. അപ്പൊ ഏതൊരു അച്ഛനും അമ്മയാണെങ്കിലും സ്വന്തം പെങ്ങൾ, ഇപ്പൊ എന്റെ അച്ഛനും അമ്മയും മരിച്ചു പോയി എന്ന് പറഞ്ഞാൽ എന്റെ ആങ്ങളമാരിൽ എന്റെ കാര്യങ്ങൾ നടത്തി തരേണ്ടത്. അപ്പൊ എന്റെ അച്ഛൻ പറയാന്ന് പറഞ്ഞ എന്താണ്, നീ ഉണ്ണിന്റെ കല്യാണത്തിന് ഒരു കാര്യത്തിനും നീ നിന്നില്ല. അവൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അവൻ ഏടത്തിയമ്മൻ്റെ കൂട്ടുകാരുടെ കല്യാണത്തിന് പോയി. തൊട്ട വീട്ടിലെ കൂട്ടുകാരുടെ കല്യാണത്തിന് തലേ ദിവസം നാളെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇന്ന് വൈകുന്നേരത്ത് ഏടത്തിയമ്മൻ്റെ കൂട്ടുകാരൻ്റെ കല്യാണത്തിന് ഏട്ടനും ഭാര്യയും കൂടിയിട്ട് പോയി. ഏട്ടനും ഏടത്തിയമ്മയും കൂടിയിട്ട് പോയി. അപ്പോൾ അവർ പോയപ്പോൾ ഞങ്ങൾ പറഞ്ഞു പോകണ്ട അവിടെ ഇരിക്കുമെന്ന് പറഞ്ഞപ്പോൾ കേട്ടില്ല. എന്നിട്ട് ഏടത്തിയമ്മനെ അവിടെ ആക്കിയിട്ട് ഏട്ടൻ ഇങ്ങോട്ട് വന്നു. ഏട്ടൻ വന്നിങ്ങോട്ട് മിണ്ടാതെ വന്ന് കിടന്നുറങ്ങി. അവനത് വിഷമമായിട്ട് എൻ്റെ ഉണ്ണിക്ക് തൊഴിലും ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവന് സങ്കടമായിട്ട് അവൻ വന്ന് മിണ്ടാതെ വന്ന് കിടന്നു. ആ കിടന്നു കഴിഞ്ഞിട്ട് പിന്നെ അന്ന് വന്നവരെല്ലാവരും പറഞ്ഞു എന്താണ്ട് മകനെ നീ ഇങ്ങനെ കിടക്കണം എന്ന് പറഞ്ഞപ്പോൾ അവനൊന്നും പറഞ്ഞില്ല. അവന് സങ്കടമായിട്ട് അവൻ നിന്നില്ല, ഒരു കാര്യത്തിനും നിന്നില്ല. അപ്പം പിന്നെ ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് ഏടത്തിയമ്മ വിരുന്ന് പോയിട്ട് വന്നു. കൂട്ടുകാരൻ്റെ കല്യാണത്തിന് കഴിഞ്ഞിട്ട് വന്നു. കുട്ടിനെയും കൂട്ടി വന്നു. കുട്ടിക്ക് ഏട്ടൻ്റെ മകൻ അന്ന് 2.5 വയസ്സാണ്. ആ കുട്ടിനെയും കൂട്ടിട്ട് വന്നു. അപ്പോൾ അച്ഛൻ തിരി കഴിച്ചിട്ടുമുണ്ട്. കഴിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു എൻ്റെ മകൻ്റെ ഒരു കാര്യത്തിനും എൻ്റെ മകളുടെ ഉണ്ണിൻ്റെ ഒരു കാര്യത്തിനും എൻ്റെ മകൻ നിന്നില്ല. എൻ്റെ മകൻ എന്തിനാ മകൻ എവിടെ ഇരിക്കുന്നത്? അത് ഏതൊരു അച്ഛനും അമ്മയാണെങ്കിലും പറയണതാണ്. സ്വന്തം പെങ്ങളുടെ കല്യാണത്തിന് പെങ്ങളുടെ എല്ലാ കാര്യത്തിനും നോക്കി നടത്തേണ്ട ആങ്ങള ഇല്ലാന്നൊന്നും പറഞ്ഞ അവന് ഇഷ്ടമല്ലാത്ത കല്യാണം ആയതുകൊണ്ടാണ് അവൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് അവൻ ഒന്നിനും നിൽക്കാണ്ടിരുന്നത്. അപ്പം പറഞ്ഞു എൻ്റെ മകൻ ശരിയല്ല എന്ന് പറഞ്ഞു. എൻ്റെ മകൻ പൊയ്ക്കോ, എൻ്റെ മകൻ ഇറങ്ങി പൊയ്ക്കോ എന്ന് പറഞ്ഞു. അവൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ മകൻ പൊയ്ക്കോ അവിടെ നിന്ന്, എൻ്റെ മകൻ ശരിയാകില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവരവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു. അതാണ് കാര്യം. അല്ലാണ്ട് റോസ് കൊമ്പ് വെട്ടിയോ, റോസ് കൊമ്പ് ഒരു ചെടിയല്ലേ മേഡം? അല്ല, ഒരു റോസ് കൊമ്പിന്റെ ഒരു കാര്യം അത് വിഷയമല്ല. പിന്നെ കല്യാണത്തിന് എല്ലാ കാര്യത്തിലും നിൽക്കുകയും ചെയ്തു. ഇയാൾക്ക് ഇപ്പൊ ഒരു സ്വന്തമായിട്ടൊരു വീടുണ്ട്. നിങ്ങളെ ഭാര്യ അച്ഛൻ്റെ അമ്മയുടെ കൂടെ താമസിക്കുന്നു. കല്യാണം കഴിഞ്ഞാൽ ഭാര്യ ഭർത്താവിന്റെ കൂടെയാണ് താമസിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ ഭർത്താവിന്റെ കൂടെ പോയി താമസിക്കാൻ എന്താ തടസ്സം? എനിക്ക് ഇങ്ങനെ കൂടെ ഇരിക്കാൻ താല്പര്യമില്ല. എന്താ പറഞ്ഞാൽ ഒരു പ്രാവശ്യം എന്നല്ല, ഒരു കുഴപ്പവും ഉണ്ടാവില്ല പറഞ്ഞു ഓരോരോ പ്രാവശ്യം ഇവര് കൂട്ടിക്കൊണ്ടുപോയിട്ട് ഇവരായിട്ട് ഓരോ പ്രശ്നം ഉണ്ടാക്കുക. അത് എന്റെ തലയ്ക്ക് വെച്ച് കിട്ടുക. അപ്പൊ ഇദ്ദേഹത്തിന്റെ സ്വഭാവമാണ് എനിക്ക് ഇവർക്ക് പ്രശ്നം. അല്ലാതെ വസ്തു അമ്മയുടെ എനിക്ക് ഇവരുടെ 10 വയസ്സിന്റെ സ്വത്ത് മുതൽ ഞാൻ മോഹിച്ചിട്ടില്ല. എനിക്ക് വേണ്ടേനും. നിങ്ങളുടെ ചേട്ടൻ മൂത്ത ജ്യേഷ്ഠനെ കല്യാണത്തിന് മുൻപ് തന്നെ എതിരാന്ന് പറഞ്ഞില്ലേ? അത് എന്താ റീസൺ പറഞ്ഞത്? ഇവർ അവിടെ ചെന്നാൽ സൗകര്യം കിട്ടില്ല. അതിനെന്ത് കാരണം പറഞ്ഞത്? ഇവര് പറഞ്ഞ ഇവരുടെ അച്ഛനും അമ്മയും എങ്ങനെ ഇരുന്നു പറഞ്ഞ അച്ഛനും അമ്മയും അല്ല, ഇങ്ങനെ എന്തെങ്കിലും രോഗത്തിന്റെ അതൊന്നും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങളൊന്ന് പൈസ സമ്പാദിക്കും, അത് ഏത് വഴിക്കാണ്. ഐസ് വിറ്റിട്ടാണെങ്കിൽ അവര് പൈസ ഉണ്ടാക്കും. അതില്ലാന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അത് എങ്ങനെയാണെങ്കിലും പൈസ ഏത് വഴിക്ക് പോയാലും പൈസ നല്ലപോലെ ഉണ്ടാക്കും. പൈസ ഉണ്ടാക്കാൻ ആള് മെയിൻ ആണ്. അങ്ങനെ പെട്ടെന്ന് നശിപ്പിക്കൂല. അങ്ങനെ പറഞ്ഞാൽ ദേഷ്യം വന്ന അത് എന്താ ചെയ്യണം, അത് ചെയ്യണ്ടെന്ന് പറഞ്ഞാലും ദേഷ്യം വന്ന അതിനെന്നെ ഓരോന്നും. അച്ഛനെയും അമ്മേനെയും പേടിച്ചിട്ടാണ് ചേട്ടൻ അങ്ങനെ പറഞ്ഞത് അല്ലെ? അപ്പൊ ഈ അച്ഛനും അമ്മയും ഇദ്ദേഹത്തിന്റെ കൂടെ ഇല്ലല്ലോ, അതിനെന്താ കാരണം? അവരുടെ സ്വഭാവം ശരിയില്ലാത്തതുകൊണ്ട്. അങ്ങനല്ലല്ലോ, ഒരു വീട് വെച്ച് ഭാര്യ കുടുംബമായിട്ട് ജീവിക്കാനല്ലേ സ്വന്തമായിട്ട് ഒരാൾ വീട് വെക്കുന്നത്. ഇവരുടെ സ്വഭാവം ശരിയില്ലാത്തത് കൊണ്ട് തന്നെയാണ്. എന്തിനാ നിങ്ങൾ ആത്മഹത്യ ചെയ്യാൻ പോയ? പശുവിനെ ഞാൻ പശുവിനെ പറഞ്ഞില്ല, വെള്ളം കൊടുത്തില്ല, വൈക്കോലിട്ട് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവര് ചാകാൻ പോയത്. പിന്നെ ഞാൻ ഇവരുടെ കയ്യിൽ നിന്ന് ഒരു 500 രൂപ എടുത്തിട്ടുണ്ടായിരുന്നു എന്റെ വീട്ടിലേക്ക് വരാൻ വേണ്ടിട്ട്. ഇതുവരെ ഞാൻ എടുത്തിട്ടില്ല. പക്ഷെ അന്ന് ഞാൻ എന്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല. അച്ഛൻ തന്ന പൈസ മരുന്ന് മേടിച്ചിട്ട് 500 രൂപ തരുന്നുണ്ട്. അതേപോലെ ഇവര് വാങ്ങിക്കണുണ്ട്. തരില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇവര് പൈസ എന്റെ കൈ കൊണ്ട് തരുന്നുണ്ട്. തന്ന അതേപോലെ ഇവര് വാങ്ങിക്കണുണ്ട്. പക്ഷെ ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തിയാൽ അങ്ങനെ ശരിയാവുന്ന. ഇനി ഇങ്ങനെ കൂടെ പോയി വന്ന എന്റെ ജീവനും കൂടെ അപകടം. എനിക്കൊരു കുഴപ്പമില്ല, അതാണ് പറയുന്നത്. എനിക്ക് ഇന്നൊരു കുഴപ്പമില്ല. അന്നത്തെ പ്രശ്നം കൊണ്ട് ഇവര് കള്ളനാക്കിയതിന്റെ പേരില് എനിക്ക് പ്രശ്നം പറഞ്ഞല്ലോ, അത് വിട്ടേക്ക്. അത് പ്രശ്നമില്ല മേഡം. തെറ്റിദ്ധാരണയുടെ പേരിൽ പറഞ്ഞല്ലോ, ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ ഉണ്ടായ ഒരു സംഭവമാണ്. അല്ലാതെ അത്
പിന്നെ നാട്ടുകാരൊക്കെ കൂടിയപ്പോ അതൊരു വലിയ ഇഷ്യൂ ആയിട്ട് മാറി. പക്ഷെ അത് അന്ന് സ്വർണം ചാവിയില്ല പറഞ്ഞല്ലോ. ഈ ഇനിയിപ്പോ ചാവി അന്ന് ജീവിത അവസാനം വരെ അതും പറഞ്ഞിട്ട് ഇവര് ഉപദ്രവിക്കാൻ പറ്റുമോ? 2015 ന്യൂ ഇയർ ദിവസം ഒരു കേക്ക് കൊണ്ടുവന്നു. അതിന്റെ മുമ്പ് എന്താണ് കേക്ക് തിന്നണ്ട പറഞ്ഞിട്ട് വലിച്ചെറിഞ്ഞു വിടാൻ. 2 കേക്ക് കൊണ്ടുവന്നു. ആ കേക്ക് കൊണ്ടുവന്നിട്ട് മാമന്റെ അടുത്ത് കാണിച്ചു കൊടുത്തപ്പോ മാമൻ പറഞ്ഞു, എന്റെ നേരെ മരിച്ചു പോയ ആങ്ങള എന്തിനാ മകനെ ഒരു കേക്ക് ഫ്രിഡ്ജിൽ ഉണ്ടാകുമ്പോ പിന്നെ എന്തിനാ എന്റെ കുട്ടി കേക്ക് വാങ്ങിയിട്ട് വരാൻ പറഞ്ഞു അച്ഛൻ്റെ അടുത്ത്, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഇത് എടുക്കാം, ഇതിപ്പോ എടുത്ത് തിന്നണ്ടാവെന്ന് പറഞ്ഞു. ആ കുട്ടി അങ്ങനെ സങ്കടം വന്ന് പറഞ്ഞു, അമ്മ മാമ ഈ കേക്ക് എടുത്തപ്പോ കഴിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ ശരി എന്നാ പോട്ടെ എന്ന് പറഞ്ഞു. ആ പോട്ടെ എന്ന് പറഞ്ഞത് മാത്രമല്ല, അത് കഴിഞ്ഞ് ഇവര് തുടങ്ങി അങ്ങോട്ട് ഇങ്ങനെ എന്റെ മകൾക്ക് കേക്ക് കൊണ്ടുവന്ന് തിന്നാനായിട്ടില്ലാന്ന് പറഞ്ഞു. അങ്ങനെ ഒരിക്കലും പറയില്ല, ഒരു ഇതും പറയില്ല, അങ്ങനെ ഒരിക്കലും പറയില്ല മേഡം. ഇവര് പറയണതിന് ഇതൊന്നും ആളല്ല. വലിച്ചെറിയാൻ പറഞ്ഞു. കൊണ്ടുവന്നിട്ട് ഇവിടെ തിന്നാൻ കിട്ടുന്നില്ല, വലിച്ചെറിയടി പറഞ്ഞു. നോക്കൂ, നിങ്ങളുടെ ഇതേ സ്വഭാവം കൊണ്ടായിരിക്കും ഒരു പക്ഷെ അവര് നിങ്ങളുടെ കൂടെ വന്ന് താമസിച്ചത്. എന്റെ പെണ്ണ് കുട്ടി സ്നേഹിച്ചിട്ടില്ല. ഇവരാരെന്ത് പറയണോ അതേ ഇവർക്ക് വേദവാക്യമുള്ളൂ. ഇവർക്കായിട്ട് സ്വന്തമായിട്ട് തീരുമാനമില്ല. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും മാനസികമായ അസ്വസ്ഥത്തിന് മരുന്ന് കഴിച്ചിട്ടുണ്ടോ? ആദ്യം കഴിച്ചിട്ടുണ്ട്. ആ ഈ 17 പവന്റെ കള്ളനാകുമ്പോ ഉറക്ക ഗുളിക കഴിച്ചിട്ട് പിന്നെ കഴിച്ചിട്ടേ ഇല്ല. അന്നാണോ ഈ വെൽക്കെയറിൽ പോയിട്ട് ട്രീറ്റ്മെന്റ് എടുത്തത്? തുടർന്ന് കഴിക്കുന്നില്ല? ഇല്ല, ഇപ്പൊ ഒന്നും കഴിച്ചില്ല. പിന്നെ അതിനുശേഷം ഈ കള്ള ഇവര് പോലീസ് സ്റ്റേഷനിൽ കയറ്റി. എന്ത് കംപ്ലൈന്റ് കൊടുത്തേ ഇവര്? കേക്ക് തിന്നു, കേക്ക് തിന്നാൻ വേണ്ടി പറഞ്ഞപ്പോ നിനക്ക് എന്താണ്ട് ഇവിടെ തരുന്നില്ലേ, ഇവിടെ ഉള്ളത് തിന്നാ പോരെ പറഞ്ഞു. ഞാൻ എന്റെ കുട്ടി പറഞ്ഞത്, അച്ഛാ എനിക്ക് കേക്ക് വേണം, ഞാൻ പണിസ്ഥലത്തായിരുന്നു, വർക്ക് കഴിഞ്ഞ് പോകുമ്പോൾ കേക്ക് വാങ്ങിച്ചു. ന്യൂ ഇയർ കേക്ക് വേണം പറഞ്ഞു. ഇതിന് മുന്നിട്ട് ക്രിസ്മസ് കേക്ക് വേണം പറഞ്ഞു. അപ്പോൾ എപ്പോൾ കേക്ക് വേണം പറഞ്ഞാൽ ഞാൻ വാങ്ങിക്കൊണ്ട് കൊടുക്കും. ക്രിസ്മസ് കേക്ക് വേണം പറഞ്ഞാൽ അത് വാങ്ങിക്കൊണ്ട് കൊടുത്തു. ന്യൂ ഇയർ കേക്ക് വേണം പറഞ്ഞാൽ ഞാൻ വാങ്ങിക്കൊണ്ട് കൊടുത്തു. ന്യൂ ഇയർ കേക്ക് വാങ്ങിക്കൊണ്ട് കൊടുത്തപ്പോൾ ഇവളുടെ അച്ഛൻ പറഞ്ഞു, ഇത് തിന്നണ്ടേ. ഇവളുടെ മാമൻ പറഞ്ഞു, തിന്നണ്ടേ, എനിക്ക് എന്താണ് ഇവിടെ ഇല്ലേന്ന് പറഞ്ഞു. അങ്ങനെ പിള്ളേർ മറക്കൊണ്ട് വച്ചറേടി പറഞ്ഞിട്ട് ഒരൊറ്റ കയറുക. അങ്ങനെ ആയിട്ടാണ് ശരി വലിച്ചെറിഞ്ഞു. എന്നിട്ട് എന്ത് കാരണം പറഞ്ഞിട്ടാണ് വലിച്ചെറിഞ്ഞതിന്റെ പേരിൽ വഴക്കുണ്ടാക്കി ഇറങ്ങി പോടാ പറഞ്ഞിട്ട് ഇയാള് വെട്ടേത്തി കൊണ്ട് വെട്ടാൻ വന്നു. ഒരിക്കലും വെട്ടേത്തി കൊണ്ട് വെട്ടാൻ വന്നു. ട്രെയിൻ പാതിക്ക് പോയി. ട്രെയിൻ പാതിയിൽ ആത്മഹത്യ ചെയ്യാൻ പോയിട്ടാണ്. ട്രെയിൻ പാതി ഇനി ഇരുന്നിട്ട് കാര്യമില്ല, ഇത്രയും കഴിഞ്ഞിട്ട് കേക്ക് വലിച്ചെറിഞ്ഞ പേര് ഞാൻ മരിക്കുന്നു പറഞ്ഞു. വേദനിച്ച് നിങ്ങൾ മരിക്കാൻ പോയി. അപ്പൊ അവര് പോലീസ് കേസ് എടുത്തു? അല്ല, ഇവര് തന്നെ എന്നിട്ട് ഇവര് തന്നെ പരാതി കൊടുത്തു. ആത്മഹത്യ ചെയ്യാൻ പോണെന്നിട്ട് അല്ല, ബഹളം ഉണ്ടാക്കണം പറഞ്ഞു. ഉപദ്രവിക്കാൻ ഞാൻ ആത്മഹത്യ ചെയ്ത ഉപദ്രവിക്കുന്നു പറഞ്ഞു. ഞാൻ എന്താണ് എന്റെ കേക്കും വലിച്ചെറിഞ്ഞ് പോലീസ് സ്റ്റേഷനിലും പിടിച്ച് ജയിലിൽ ന്യൂ ഇയർ ആയിക്കോട്ടെ കംപ്ലൈന്റ് കൊടുത്തോ? അത് എന്താന്ന് പറഞ്ഞാ ഇവര് ആ കേക്ക് കൊണ്ടുവന്ന് ഇവര് ഫുൾ വെള്ളമാണ് ന്യൂ ഇയർ ആഘോഷിക്കാൻ. വെള്ളം കഴിച്ചിട്ടില്ല. ന്യൂ ഇയർ കേക്ക് കൊണ്ടുവന്ന് ആ സമയത്ത് പറഞ്ഞു, കുട്ടിന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു. കുട്ടി സങ്കടപ്പെട്ടു വന്നു, ശരി പോട്ടെ കുഴപ്പമില്ല, നമുക്ക് കുറെ കഴിഞ്ഞിട്ട് തിന്നാന്ന് പറഞ്ഞു. ആ കേക്കിന് അവിടെ ഫ്രിഡ്ജിൽ തന്നെ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ വേഗം എന്നിട്ട് പറഞ്ഞു, ഇവര് അതിന്റെ മുമ്പ് എന്റെ വലിയാങ്ങളെ വിളിച്ച് തൊള്ളി തോന്നി തെറി പറഞ്ഞു. അപ്പൊ പറഞ്ഞു, എന്തിനാ അങ്ങനെ പറയണത്, ഇങ്ങനെ പറയണ്ടെന്ന്, ഇന്നതാണ് പറയണമെന്നൊന്നുമില്ല. അവിടെ ഇതിന്റെ അച്ഛനെയും അമ്മനെയും വരെ ഇവര് തല്ലിയിട്ട് ശിവരാമ അന്തവൻ എന്തവനും എല്ലാ തെറിയും ഇവരിന്റെ അച്ഛനെയും അമ്മനെയും പറയുന്നുണ്ട്. ഇവര് പറഞ്ഞല്ലോ കുട്ടി പട്ടി തണ്ടി പറഞ്ഞ് വിളിച്ചു എന്ന് പറഞ്ഞില്ല. ഇവര് ഇത്ര കല്യാണം കഴിഞ്ഞ ഒരു കുട്ടിക്ക് 10 വയസ്സായിട്ട് ഇവർക്ക് 38-39 വയസ്സാവാനായി. ഇങ്ങേർക്ക് തെണ്ടും തെറിയും പറഞ്ഞ ആ കുഞ്ഞു കുട്ടി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇങ്ങേര് തല്ലി എന്ന് പറഞ്ഞില്ലേ. ഇവർക്ക് എന്ത് വേണേലും പറയാലോ. ഇവരെന്തെല്ലാം ഒരു തെറിയാ പറഞ്ഞ. അവിടെ ആ നാട്ടിൽ കിടന്നിട്ട് അതിന്റെ കണ്ട ദൃക്സാക്ഷി പിടിച്ചിട്ട് വന്ന ആള് ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട്. എന്റെ മാമന്റെ വാഴപ്പണിക്കാരനൊന്നുമല്ല, എന്റെ അച്ഛന്റെ സ്വന്തം പെങ്ങളുടെ മകനാണ്. എന്തുകൊണ്ട് നിന്റെ ഏട്ടൻ ഈ വേദിയിലേക്ക് വന്നില്ല, അതാണ് ചോദ്യം. അത് എന്നിട്ട് ആ കേക്ക് കഴിച്ചു കഴിഞ്ഞ് ഇവര് മദ്യപിച്ചിട്ട് ഞങ്ങളുടെ വീട്ടിന്റെ അവിടെ പോയിട്ട് ഇവര് അവനെയും കൂട്ടിയിട്ട് വരാൻ പറഞ്ഞിട്ടാണ് പോയത്. അവനെയും കൂട്ടിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് അവിടെ പോയി ഇവര് വന്ന ആട്ടനും വന്ന മോഹൻ പറഞ്ഞ ഏട്ടനാണ്. ആ ഏട്ടനും ഇവരും കൂട്ടാണ് ബൈക്കിൽ ഇരുന്നിട്ട് പോയത്. മഹേന്ദ്ര സെൻട്രോയ് വണ്ടി, ഇവരുടെ വണ്ടി, അതിലിരുന്നിട്ടാണ് ഇവർ രണ്ടുപേരും കൂടി പോയത്. അവിടെ പോയിരുന്ന ഏട്ടന്റെ വീട്ടിന്റെ അവിടെ എത്തിയത് ഇവര് ബൈക്കിന് അവിടെ മറിച്ചിട്ടിട്ട് ഇവര് അവിടെ കടന്നു വീണു ഉരുണ്ടു പറഞ്ഞു. അങ്ങനെ കുറെ നെഞ്ഞത്തും വയത്തും തല്ലി വായിക്കൂടെ പതിയൊക്കെ വരുന്നു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. ഇവർ ആ റോഡിൽ അവിടെ തന്നെ ഏട്ടന്റെ വീട്ടിന്റെ ഉമ്മടെ തന്നെ റോഡിൽ അവിടെ വായിക്കൂടെ പതിയൊക്കെ വരുന്നു. എന്നിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഞാനും എന്റെ അമ്മയും അച്ഛനും കൂടി പോയിട്ട് പോകുമ്പോൾ വായിക്കൂടെ പതിയൊക്കെ വരുന്നു. ഷർട്ടൊക്കെ കീറി പറിച്ചിട്ടുണ്ട്, ഷർട്ടൊക്കെ നന്നായി പറിച്ചിട്ടുണ്ട്. ആ ഷർട്ടിന്റെ ബട്ടൺസ് ഒക്കെ പറിച്ചിരിക്കുന്നത്. അപ്പൊ ആശുപത്രി കൊണ്ടുപോകാൻ പറഞ്ഞാൽ വണ്ടിയിലെടുത്തിട്ട് വണ്ടി നിന്നില്ല. വണ്ടി പറഞ്ഞാൽ ഇങ്ങനെ വണ്ടി കടന്ന് പടയുകയാണ്.
പറഞ്ഞു ആ വണ്ടി കേടുവെന്ന് പറഞ്ഞു അതിന് ഞങ്ങൾക്ക് പൈസ കൊടുക്കണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറക്കിയിട്ട് താഴെ തന്നെ ഇട്ടു. താഴെ തന്നെ ഇറക്കി ഇരുത്തിയിട്ട് പിന്നെ കുറെ നേരം അവിടെ നിന്നു. കുറെ നേരം ഇറങ്ങിയിട്ട് പിന്നെ വേറെ ഓട്ടോറിക്ഷ വന്നിട്ട് അവരുടെ ഇതിൽ കൊണ്ടുവന്നു, കൂട്ടിക്കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടാക്കി. വീട്ടിൽ കൊണ്ടുവന്ന് ആക്കി ആ നേരെ ട്രെയിൻ പാതിന്റെ കുറച്ച് ഇപ്പുറത്ത് ഞങ്ങളുടെ വീടിന്റെ മൂക്ക് ഭാഗത്ത്. ഞങ്ങൾ ആരും തല്ലാനും എടുക്കാനും ഒന്നും പോയി. ഇങ്ങനെ എന്നെ ആ ചരക്കല്ലാണ് മേഡം, ടാറിട്ട റോഡ് ചരക്കൽ സൈഡ് മെറ്റൽ കൊണ്ട് കൊട്ടി അതിന്റെ ചരക്കലുണ്ട്. ഇങ്ങനെ എന്നെ നെഞ്ഞത്ത് തല്ലി. ഇപ്പത്തെ കണ്ടല്ലേ നെഞ്ഞത്ത് തല്ലിയത്. ഇങ്ങനെ പൊതുവെ ഇതിന്റെ ശരീരത്ത് പറഞ്ഞ് ഇങ്ങനെ ഒരു വര വരച്ചാൽ അത് ക്ലിയർ ആയിട്ട് അറിയും. അങ്ങനെ അത് ഒരാഴ്ചക്ക് ആ വരമായില്ല. ഇവരുടെ ശരീരത്ത് അങ്ങനെയാണ് പൊതുവെ. അങ്ങനെ ഇവരെന്നെ ഇങ്ങനെ സ്വയം തല്ലിയിട്ട് അവിടെ കിടന്ന് റോട്ടിൽ കിടന്ന് മാറി പാൻറ് ഷർട്ടൊക്കെ ഇട്ടിട്ട് വന്നിട്ട് ആ റോട്ടിൽ കിടന്ന് ഇങ്ങനെ മറിയും എടുക്കുകയൊക്കെ ചെയ്തിട്ട് മേത്ത് കൂടെ ഒക്കെ അങ്ങനെ വടുവുണ്ടായിരുന്നു. ഈ കല്ലിൽ കിടന്ന് മറിഞ്ഞു എന്ന് പറഞ്ഞാൽ വെളുത്ത ശരീരമാണ്. കല്ല് കിടന്ന് മറിഞ്ഞാൽ എന്തായാലും കല്ലിന്റെ പാടുണ്ടാവുമല്ലോ. അതുകൊണ്ട് ഇതിനെ വീട്ടിൽ പിടിച്ചുകൊണ്ടിരുത്തി. കുഴപ്പമില്ല ഇവിടെ വന്ന് ഇരിക്കുകയെന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ട് പിടിച്ചുകൊണ്ടിരുത്തി. ഇവര് എന്റെ പൊന്നുമകളെ എന്ന് പറഞ്ഞ് നേരെ റെയിൽവേ ട്രാക്കിലേക്ക് 3-4 പ്രാവശ്യം ഞങ്ങൾ പിടിച്ചു വീട്ടിലേക്ക് കൊണ്ടാക്കി. വാതിൽ കൊണ്ടിട്ട് ഇവര് പൊന്നുമകളെ പറഞ്ഞ് റെയിൽവേ ട്രാക്കിലേക്ക് ഓടുകയാണ്, ചാവാൻ വേണ്ടി പോവുകയാണ്. ഇതിന്റെ പുറകെ എന്റെ അമ്മയും ഞാനും എന്റെ അച്ഛനും എന്റെ വലിയാങ്ങളെയും എന്റെ ചെറിയച്ഛന്റെ മകൻ റോഷൻ പറഞ്ഞ ചെറിയച്ഛന്റെ മകൻ ഇപ്പൊ കൂടെ വന്ന മോഹനം പറഞ്ഞ കേട്ടെ ഇവരൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ലാസ്റ്റ് സഖി കേട്ടിട്ട് പോലീസിനെ വിളിച്ച് പോലീസിനകത്ത് കാര്യം പറഞ്ഞു. സാർ എങ്ങനെയാണ് ഒന്നും ദേഹോപരമൊന്നും ചെയ്യണ്ട, ഞങ്ങൾക്ക് രാവിലെ ഞങ്ങൾ വന്ന് റിലീസ് ചെയ്ത് കൊണ്ടുവന്നോളാം, വേറെ ഒന്നും ചെയ്യണ്ട സാറേ എന്ന് പറഞ്ഞു. അവരവിടെ കൊണ്ടുപോയി കാര്യം പറഞ്ഞു. എന്നിട്ട് ഇങ്ങനെ ചോദിച്ചതാണ്, നീ നിന്റെ ഭാര്യനെയും കുട്ടിനെയും സംരക്ഷിക്കും, നീ ആണായിട്ടിരിക്കുന്നു, എന്തിനാ ഈ ആണും പെണ്ണും കേട്ടിട്ട് എന്തിനാ സുരേഷ് നീ ഇരിക്കുന്നു ചോദിച്ചു. ഇവരടുത്ത് ചോദിച്ചില്ലെങ്കിൽ ഇവരില്ലാന്ന് പറയാം. പോലീസ് സ്റ്റേഷനിൽ കേസൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പരാതി കൊടുത്തു. പരാതി പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യാൻ പോണു. ഞങ്ങൾക്ക് പറഞ്ഞാൽ അവിടെ എല്ലാ ന്യൂ ഇയർ ആഘോഷിക്കുന്ന സമയമാണ്. ജനുവരി 1-ാം തീയതി ന്യൂ ഇയർ ആഘോഷിക്കണം. കേക്ക് വലിച്ചെറിയൊന്നുമില്ല. ഇവരെന്നെ എന്നിട്ട് ഇവരുടെ മകളുടെ ചെറിയച്ഛന്മാരും വലിയച്ഛന്മാരും എന്താണ് ചെറിയച്ഛന്റെ മക്കളും ഇനി എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഇനി പോകുന്നില്ല. അത് ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ വിവാഹമോചനത്തിനെ കുറിച്ചാണോ സംസാരിക്കേണ്ടത്? ഇനി ഇങ്ങനെ കൂടെ പോയി പറഞ്ഞാൽ എന്റെ ജീവനും കൂടെ അപകടമാണ്. വിജയകുമാരി പറഞ്ഞത് നല്ലോണം മനസ്സിലാവുന്നുണ്ട് എനിക്ക്. നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മളിപ്പം ഈ കുറച്ച് സമയം തന്നെ ഞങ്ങളെ കൊണ്ട് സഹിക്കാൻ വയ്യ. അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളും കാര്യങ്ങളും ഞാൻ തുറന്നു പറയുന്നത് നിങ്ങളൊന്നും വിചാരിക്കരുത് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളല്ലാതെ ഭൂമിയിൽ മറ്റാരും സംസാരിക്കരുത് എന്നുള്ളതാണ് നിങ്ങൾ വിചാരിക്കുന്നത്. നിങ്ങളുടെ ഭാഗത്ത് മാത്രമേ ശരിയുള്ളൂ, മറ്റുള്ളവരുടെ ഭാഗത്തെല്ലാം തെറ്റ്. ഇതാണ് നിങ്ങളുടെ ഒരു ചിന്താഗതി. മനസ്സിലായില്ലേ? ഞാൻ തുറന്നു പറയുകയാണ്. പിന്നെ വീട്ടിൽ തന്നെ കടാകർണൻ ആരാ നിങ്ങളുടെ ശരീരത്തിൽ? കണ്ടാകർണൻ. അതൊക്കെ ദൈവങ്ങളുടെയാണ്. ആരുടെയും ഭക്തിയെയും വിശ്വാസത്തെയും നമ്മൾ എതിർക്കുന്നില്ല. അങ്ങനെയുള്ള ദേവതകളൊക്കെ വരുന്ന ആൾക്കാർ നിങ്ങളിങ്ങനെയൊന്നും പെരുമാറരുത്. അത്തരം ആൾക്കാരെന്ന് പറഞ്ഞാൽ വളരെ സാധ്യതകളായിട്ട് വളരെ എല്ലാം അറിയാവുന്ന ആൾക്കാരായിട്ട് അങ്ങനെയല്ലേ വേണ്ടത്? ദൈവം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ? ഈ ലോകത്തെ പരിപാലിക്കുന്നവരാണ് ദൈവങ്ങളാണെന്നാണല്ലോ പറയുന്നത്. അങ്ങനെ ദൈവം വരുന്ന ആൾക്കാർ ഇത്ര ക്രൂരമായിട്ട് തെറിയും വിളിച്ചോണ്ടാണ് നടക്കുന്നത്, ആളുകളെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ഈ കണ്ടാകർണൻ എവിടെ പോയിരുന്നു? ആ പെണ്ണിന്റെ മൂക്ക് അടിച്ച് പൊട്ടിച്ചപ്പോ അത് ഞാൻ പറയാലോ. അതോ കണ്ടാകർണനാണോ ചെയ്തത്? ഇനിയിപ്പോ ചരിത്രങ്ങളൊന്നും പറഞ്ഞിട്ട് മനസ്സിലായല്ലോ കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ നിങ്ങളുടെ അമ്മയുടെ ദേഹത്ത് വന്ന് തുള്ളുന്നു, അച്ഛന്റെ ദേഹത്ത് വരുന്നുണ്ടോ? അമ്മയുടെ ദേഹത്തുള്ള ദൈവമായിരുന്നു ഇങ്ങനെയൊക്കെ കൊടുത്തിരിക്കണെന്ന് പറയുന്നുണ്ട്. പക്ഷെ അച്ഛന്റെ ദേഹത്ത് വരുന്നുണ്ട്. അച്ഛന്റെ മേത്തുള്ളതാണ് ഇവരുടെ മേത്ത് നിങ്ങളുടെ ദേഹത്തോട്ട് വരുന്നു. അപ്പൊ എന്തായാലും ഇങ്ങനെ നിങ്ങളുടെ വിശ്വാസം ഇന്നും അന്ന് ഞാൻ വന്നിച്ചിട്ടേ ഉള്ളൂ, അതിനെ വണങ്ങിയിട്ടേ ഉള്ളൂ. ദൈവങ്ങളെ പരിഹാസിക്കൊന്നും അല്ല. എനിക്ക് ഓരോരുത്തരുടെ വിശ്വാസം, നമ്മൾ ഓരോ വിശ്വാസങ്ങളെയും മുറുകെ പിടിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നമ്മുടെ കൈപ്പിടിയാണത്, അല്ലേ? എന്റെ ദൈവം എന്റെ ഒപ്പം ഉണ്ട്, ഏത് അപകടത്തിൽ ഇത് തന്നെ രക്ഷിക്കും, അല്ലേ? ആ വിശ്വാസത്തിനാണ് നമ്മൾ ദൈവങ്ങളെ വെക്കുന്നത്. അത് കൂടുതൽ അന്ധവിശ്വാസമായി അവര് കൂടോത്രം ചെയ്ത് നിങ്ങളെ വശീകരിച്ചു. കൂടോത്രം ചെയ്ത് വശീകരിക്കത്തക്ക ഒരു ഭയങ്കരമായ ഒരാളാണ് നിങ്ങളെന്ന് തോന്നുന്നത്. ദൈവങ്ങളല്ല മേഡം, തറവാട്ട് ദൈവങ്ങളാണ്. അതിരുന്നോട്ടെ, ആയിക്കോട്ടെ, കൂടോത്രം പറയാൻ പാടില്ല. ഇവരുടെ വീട്ടുകാര് പാട്ടുമാരണം ചെയ്തുകൊണ്ട് പറഞ്ഞതാണ്. ദൈവങ്ങൾ അത് പറയാൻ എങ്ങനെ അവരെന്ത് ചെയ്താൽ നിങ്ങൾ ദൈവങ്ങളെ വല്ല കൂടോത്രം ചെയ്യാൻ? ദൈവങ്ങള് പറഞ്ഞിട്ടില്ല. ഈ ദൈവങ്ങളെ കൂടോത്രം ചെയ്യാൻ പറ്റുമോ? ചോദിച്ച ചോദ്യത്തിന് മാത്രം ഉത്തരം പറയാം. ദൈവങ്ങളെ കൂടോത്രം ചെയ്യാൻ പറ്റില്ല. പിന്നെ ആരെന്ത് മാരണം ചെയ്താൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കാൻ? ദൈവങ്ങൾ ദൈവങ്ങൾ ഇരിക്കുകയല്ലേ? അതെ, നിങ്ങളുടെ ടോട്ടൽ ഫാമിലിയുടെ ഒരു ശക്തിയും ഇവിടെ ഏൽക്കില്ല. ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുമില്ല. ഒരു ഏൽക്കില്ല. പോട്ടെ, നമ്മൾ അതല്ല സംസാരിക്കുന്നത്. ഇപ്പോ ആ കുട്ടിക്ക് ഇപ്പൊ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ആയി, അവരുടെ ഓപ്പറേഷനോ മറ്റു കാര്യങ്ങളിലോ ഇപ്പോ പിന്നെ സുരേഷ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ വിവാഹം എന്ന് പറയുന്ന ഒരു സങ്കല്പം തന്നെ അവസാനം വരെ പരസ്പരം സഹായവും വിശ്വാസവുമാണ്, അല്ലേ? അതെ. ഒരു ആവതുകേട് വരുമ്പോഴാണ് ആ സമയത്ത് നമ്മളെ ആര് ശുശ്രൂഷിക്കുന്നു? നിങ്ങളും പറഞ്ഞു, നിങ്ങൾ അസുഖമായിട്ട് ആശുപത്രി കിടന്നപ്പോൾ
നിങ്ങളുടെ ഭാര്യ ത്രൂ ഔട്ട് നിന്നില്ല, ഒരു ദിവസമേ നിന്നുള്ളൂ, അത് നിങ്ങളുടെ മനസ്സിന് വിഷമം ഉണ്ടാക്കിയെന്ന് പറഞ്ഞു ഇല്ലേ? എല്ലാവർക്കും അതുപോലെയാണ്. നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് വേണ്ടപ്പെട്ടവർ, പ്രത്യേകിച്ച് ഭാര്യയും ഭർത്താവും എന്ന് പറയുമ്പോൾ അവർക്കൊരു അസുഖം വരുമ്പോൾ അവരുടെ കൂടെ നിൽക്കുന്നു എന്ന് തോന്നുന്നതാണ് ഒരു വലിയ ഇത്. നമ്മളൊരു ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ കൂടെ ഏറ്റവും നമുക്ക് വേണ്ടപ്പെട്ടവർ അവസാനം വരെ, ഇപ്പൊ ഈ അച്ഛനും അമ്മയും ഇവരുടെയൊക്കെ കാലം വേഗം കഴിയും. അത് കഴിഞ്ഞാൽ അവസാനം വരെ നിങ്ങളുടെ കൂടെ അവർ ജീവിക്കുന്നത്. നിങ്ങൾ അടുത്തില്ല എന്നുള്ളത് ആ ഓപ്പറേഷൻ സമയത്ത് ആ സ്ത്രീയുടെ മനസ്സിൽ എന്തുമാത്രം വേദന ഉണ്ടാക്കി കാണും ഇല്ലേ? അപ്പൊ നിങ്ങൾക്ക് അതൊന്നും അറിയണ്ട. നിങ്ങളിവിടെ ഗൾഫിൽ നിന്നു, നിങ്ങൾ പൈസ ഉണ്ടാക്കി എല്ലാം തിരിച്ചു വന്ന് ഇപ്പൊ ഫ്രീ ആയി. അപ്പൊ ഇപ്പൊ ഭാര്യയും മക്കളും എന്തായാൽ കൊള്ളാം. നിങ്ങൾ വീട് വെക്കുന്ന കാര്യം വളരെ കാര്യമായിട്ട് പറയുന്നുണ്ട്, വേല നടത്തുന്ന കാര്യം പറയുന്നുണ്ട്, വേലയ്ക്ക് പോകുന്ന കാര്യം അതെല്ലാം നിങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഈ സ്ത്രീയും കുട്ടിയും ഒരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു എങ്കിൽ ഇങ്ങനെ സംഭവിക്കുകയില്ല. ഓപ്പറേഷൻ 1 മാസത്തോളം ഞാൻ ശ്രീചിത്ര ഹോസ്പിറ്റലിൽ കിടന്നിട്ടുണ്ട്. ഒന്നും തല കെട്ടാൻ പോലും എന്റെ അച്ഛനാണ് എനിക്ക് കൂടെ വരാൻ പറ്റാൻ വലിയാങ്ങളെയും ഇവര് ഇന്നതാണ് പറയണതൊന്നുമില്ല. എന്റെ വലിയാങ്ങള് പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ എനിക്ക് ഇവിടെ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. പച്ചക്കടക്ക് എന്റെ വലിയാങ്ങളില് കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവൻ പറഞ്ഞിട്ടുണ്ട്, അവൻ റെക്കോർഡ് ചെയ്തുകൊണ്ട് കാണിച്ചു നിന്റെ കെട്ടിയവൻ പറയണം നോക്കടി, ഞാൻ എന്താണ്ട് നിന്റെ കെട്ടിയവന് ചെയ്യേണ്ടത് പറയണം നോക്കടി. അവൻ തല്ലാൻ വന്നു, എന്നെ തല്ലാൻ വന്നു. നോക്ക് നിന്റെ കെട്ടിയവൻ പറയണം നിന്റെ പ്രവർത്തി, നീ എന്താ ചെയ്യണത് നോക്ക് എന്ന് പറഞ്ഞിട്ട് അവൻ പറയും തല്ലാനടക്കം എന്നെ വന്നു. എന്നിട്ട് നിനക്ക് കെട്ടിയവൻ വേണോ അല്ലേ വേണ്ടയോ, എന്താ നീ തീരുമാനം ഉണ്ടായിക്കോ എന്ന് പറഞ്ഞു. ഇവര് പറഞ്ഞ വാക്കുകൾ കൊണ്ട്, അതായത് ഇവരുടെ അച്ഛന്റെ രാത്രി പാതിരാത്രി ഇവരുടെ അനിയൻ കുറെ നട റോട്ടിൽ കിടന്നിട്ടുണ്ട്. റോട്ടിൽ പറഞ്ഞ ഇവര് അച്ഛന്റെ കിടക്കയും കട്ടിലും ഒക്കെ എടുത്ത് പുറത്തിട്ടിട്ട് ഇവർക്ക് ഇതുപോലെ കാണിച്ചു. ഇതൊക്കെ പറഞ്ഞ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് മാഡം. ശരി മാഡം, ഇങ്ങനത്തെ കുറ്റം ചാർത്തരുത് മാഡം. അല്ല സുരേഷ്, ഇങ്ങനത്തെ കുറ്റം ചാർത്തല്ല. കുറ്റം ചാർത്തുമല്ല സുരേഷ്. എന്റെ അച്ഛൻ നിന്റെ മാമനല്ലേ? വിജയകുമാരി ശാരീരികമായിട്ടും മാനസികമായിട്ടും എന്തുമാത്രം ദുഃഖങ്ങൾ നിങ്ങൾ അനുഭവിച്ചു എന്നുള്ളത് 100% ഞങ്ങൾക്ക് അയാൾ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായതാണ്. പിന്നെ എല്ലാം 100% അയാൾ തെറ്റും, ബാക്കി നിങ്ങൾ ശരിയൊന്നും പറയുന്നില്ല. നമ്മുടെ ഭാഗത്ത് ഒരുപാട് തെറ്റുണ്ടാവും മാഡം, ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. ഞാൻ ചെയ്ത് തെറ്റല്ല എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഞാൻ ചെയ്ത് തെറ്റ് ചെയ്തിട്ടുണ്ടാവും, ഉണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് തന്നെയാണ് ഞാൻ അംഗീകരിച്ചിട്ടുള്ളൂ, തെറ്റല്ല എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ എവിടെയും തെറ്റുണ്ടെങ്കിൽ ഞാൻ തെറ്റ് തന്നെയാ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ ഞാൻ ചെയ്ത തെറ്റ് ഞാൻ ന്യായീകരിച്ചിട്ടില്ല, ആയിരിക്കില്ല. ഞാൻ പറയുന്നത് ആ കുഞ്ഞിന്റെ നന്മയ്ക്ക് വേണ്ടി നാളെ ഈ ബന്ധുക്കളെല്ലാം നാളെ വിജയകുമാരി അല്ല കുറ്റപ്പെടുത്തുന്നു, നിങ്ങളുടെ അമ്മയും അച്ഛനെയും കുറ്റപ്പെടുത്തും. കല്യാണം കഴിച്ചിട്ട് ആ പെണ്ണിനെ പിടിച്ച് വീട്ടിൽ നിർത്തിച്ചു, അവ ഇങ്ങനെ ജീവിതം ആയിപ്പോയി എന്ന് പറയാനിടപെടും. അതിനു വേണ്ടിയുള്ളൊരു പരീക്ഷണാർത്ഥം, അയാൾ ചെയ്ത മിസ്റ്റേക്കുകളൊക്കെ മനസ്സിലായി. ഏറ്റവും പ്രധാനം, നിങ്ങളുടെ ഓപ്പറേഷനും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അയാൾ നിങ്ങളുടെ ഒപ്പം ഉണ്ടായില്ല, അയാളുടെ കുടുംബക്കാരും ഉണ്ടായില്ല എന്നുള്ളത് അത് വലിയ മോശമാണെന്നുള്ളത് അയാൾക്ക് മനസ്സിലായിട്ടുണ്ട്. അവരുടെ വീട്ടുകാർക്കും അത് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ സ്ഥലത്തില്ല, ദുബായിലായിപ്പോയി, കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ പൈസ അയച്ചു കൊടുത്ത് നിങ്ങളുടെ കുടുംബക്കാരും വന്ന് അവിടെ ഒന്ന് നോക്കേണ്ട കടമയുണ്ടായിരുന്നു. ഈ സത്യം ഇത് നുണ പറഞ്ഞത് കള്ളനാക്കിയതിന്റെ പേരിലാണ്. അവരുടെ കൂടെയുള്ള ആൾക്കാർ വന്നിട്ടുണ്ട് സാർ, അവരെ ഒന്ന് വിളിക്കാം.